ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ USS. അപ്പോൾ നിങ്ങൾ തംബ്നെയിൽ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ USS എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് OMR ഫില്ല് ചെയ്യുന്നിടത്ത് നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്ക് ആയിരിക്കും അല്ലേ. സോ അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു തിങ് എന്ന് പറയുന്നത്. നമുക്ക് ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങളാണ് നമ്മൾ മുന്നിലുള്ളത്. നമ്മൾ ഓൾറെഡി KSTUമായിട്ട് നമ്മൾ ഫെബ്രുവരി 7 ഓൾ കേരള മോക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്തിരുന്നു. അതിൽ തന്നെ നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് കണ്ടെത്തിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരുപാട് പേര് OMR തെറ്റായിട്ടായിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കാം എങ്ങനെയാണ് OMR മാർക്ക് ചെയ്യുക. അപ്പോൾ OMR മാർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അതെന്ത് ചെയ്യും, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ തീർക്കുന്നതാണ്. സോ എല്ലാവരും എന്ത് ചെയ്യുക, ഫുൾ വീഡിയോ തീർച്ചയായിട്ടും കാണാം. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അതിലേക്ക് മൂവ് ഓൺ ചെയ്യാം. സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ CM കിഡ്സ് എന്നാണല്ലേ, നമ്മുടെ CM കിഡ്സ് UP എന്നാണ് നമ്മളെ എക്സാമിൻ്റെ പേര് ഈ വർഷം മുതൽ. സോ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ പാറ്റേൺസ് മാറിയിട്ടുണ്ട്. 50 ക്വസ്റ്റ്യൻ ആണ് പേപ്പർ 1-ലുള്ളത്, 50 ക്വസ്റ്റ്യൻ ആണ് പേപ്പർ 2-ലുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് OMR ഷീറ്റ് ഉണ്ടാവുക, എങ്ങനെയാണ് OMR ഷീറ്റിൽ ഡിഫറൻസുകൾ ഉണ്ടാവുക, ഈ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളിലേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് നമ്മളൊരു പേപ്പർ എന്ന് പറയുന്നത് കേട്ടോ. ഇതാണ് നമ്മളൊരു പേപ്പർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് 55 ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ 55 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. ഇത് പേപ്പർ 2യുടെ ഒരു മോഡൽ പേപ്പറാണ്. 55 ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല, 55 OMR അല്ലെങ്കിൽ 55 മാർക്ക് ചെയ്യാൻ ഉണ്ടാവില്ല, 50 തന്നെ ഉണ്ടാവുള്ളൂ. അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പാർട്ട് 2-ൽ ഇംഗ്ലീഷ്, ബേസിക് സയൻസ്, സോഷ്യൽ അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പേപ്പർ 1 ആണെങ്കിൽ അതിൽ പാർട്ട് A, പാർട്ട് B, പാർട്ട് C ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, അതുപോലെ തന്നെ നമ്മളുടെ മാത്സും ആയിരിക്കും ഉണ്ടാവുക. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൽ ഡിഫറൻസ് എന്തൊക്കെയാണ് വരുന്നതെന്ന് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് പ്രൈമറിലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പെന്നാണ്. പെൻ എങ്ങനെയുള്ളതാവണം, ഒന്നെങ്കിൽ ബ്ലൂ ആയിരിക്കണം അല്ലെങ്കിൽ ബ്ലാക്ക് ആയിരിക്കണം. അതും ബോൾ പോയിന്റ് പെന്നായിരിക്കണം കേട്ടോ. ബോൾ പോയിന്റ് പെന്നാണ് നമ്മൾ OMRൽ എപ്പോഴും യൂസ് ചെയ്യേണ്ടത്. ഒരു ജെൽ പെന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, യൂസ് ചെയ്യരുത്. ജെൽ പെന്ന് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ OMRൽ എന്ത് ചെയ്യും, അത് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എക്സാമിന് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ജെൽ പെൻ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ബോൾ പോയിന്റ് പെന്നെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇങ്ക് പെൻസ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നിങ്ങൾ പെൻസിൽസ് കൊണ്ട് മാർക്ക് ചെയ്താൽ കമ്പ്യൂട്ടറാണ് എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്, മനുഷ്യന്മാരല്ല ചെക്ക് ചെയ്യുന്നത്. സോ ആ കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ പറ്റില്ല. സോ പെൻസിൽ എന്ത് ചെയ്യുക, കഴിയുന്നതും എന്നല്ല, പെൻസിൽ ഒഴിവാക്കണം. ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെന്നിനെ യൂസ് ചെയ്യാം. ഇനി പബ്ലിക് മെത്തേഡ് എങ്ങനെയാണ്? പബ്ലിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഉത്തരം ശരിയാണ്. നമുക്കൊരു ഉത്തരം ശരിയാണെങ്കിൽ നമ്മൾ B ആണ് ശരിയാണെന്നുള്ളതെങ്കിൽ നമ്മൾ B എന്നുള്ള ഈ ഒരു ഭാഗത്ത് B എന്നുള്ളത് ടിക്ക് ചെയ്യാണോ ചെയ്യേണ്ടത്? അല്ല, ടിക്ക് അല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, കറക്റ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ആ വട്ടം അല്ലെങ്കിൽ ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ ടിക്കോ നമ്മൾ ക്രോസ് മാർക്കോ എന്ത് ചെയ്യരുത്, നമ്മൾ ഇടരുത്. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അവിടെ നമുക്ക് ഏതാണ് ശരി തോന്നുന്നത് ആ ഭാഗം മാത്രം എന്ത് ചെയ്യുക, ബബിൾ ചെയ്യുക. അത് മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് മാർക്ക് ചെയ്യുന്നത്, ആ ക്വസ്റ്റ്യന് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു റോല് അല്ലെങ്കിൽ ആ വരിയിൽ തന്നെയാണോ നിങ്ങൾ ABCD മാർക്ക് ചെയ്യുന്നതെന്ന് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് ഒരു കാർബൺ കോപ്പി കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ ആ കാർബൺ കോപ്പിയിലേക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും മടക്കാൻ പറ്റില്ല. മടക്കി കഴിഞ്ഞാൽ നമുക്ക് OMR ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്, അവർക്ക് ചെക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ OMR ഷീറ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോൾഡ് ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് അതുപോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് OMR നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, കരുതിയിരിക്കണം. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് ഓപ്ഷൻ ഡിയും കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡിയും നമ്മൾ ആദ്യം ഓപ്ഷൻ B മാർക്ക് ചെയ്തു. അപ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഓപ്ഷൻ D ആണല്ലോ നമ്മൾ കറക്റ്റ് ആൻസർ. അപ്പോൾ നമുക്ക് D മാർക്ക് ചെയ്താലോ എന്ന് വിചാരിക്കും. അങ്ങനെ 2 മാർക്ക് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ മാർക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, എപ്പോഴും ആൻസർ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഒന്ന് ചിന്തിച്ച് നോക്കണം, ഒന്ന് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യാൻ. ഒരു പ്രാവശ്യം മാർക്ക് ചെയ്ത് അടുത്ത അല്ലെങ്കിൽ ആ വരിയിൽ തന്നെ ഓപ്ഷൻ D കൂടി മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തല്ല
അത് ഒരു ആൻസർ ഇൻവാലിഡ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് ആണ് കൂട്ടുക, അത് അസാധുവായിരിക്കും. ഓക്കെ, അതെന്ത് ചെയ്യില്ല, അതൊരു നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നില്ല. ഇൻ കേസ് നിങ്ങൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്, നിങ്ങൾ ആദ്യം മാർക്ക് ചെയ്തു പോയത് ഓപ്ഷൻ ബി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അവിടെ മാർക്ക് കിട്ടിയില്ല, 0 മാർക്കായിരിക്കും അവിടെ കിട്ടുന്നുണ്ടാവുക. കാരണം നെഗറ്റീവ് മാർക്കിംഗ് എന്തില്ല, നമ്മുടെ USSനില്ല. ഇനി ആ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ OMR ഷീറ്റിൽ എന്ത് ചെയ്യരുത്, വേറെ മാർക്കുകൾ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യരുത്. കാരണം വേറെ അതിൽ വർക്കൗട്ട് ഒന്നും ചെയ്യരുത് കേട്ടോ. വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ നമുക്ക് സ്പേസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ നമുക്ക് എന്തുണ്ട്, സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, മാത്സ് പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്യാൻ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കരുതുക. ഓക്കെ, ആ ഒരു സ്പേസ് എന്ത് ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ OMRന് മുകളിൽ കുത്തിവര ഇടരുത്. അങ്ങനെ കുത്തിവര ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് OMR ചെക്ക് ചെയ്യുന്ന സമയത്ത്, OMR ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, അത് ഇൻവാലിഡ് ആയിട്ടുള്ള OMR ആയിട്ട് എന്ത് ചെയ്യും, കണക്കാക്കും. അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് USS എക്സാം എഴുതിയ ഡാറ്റ പോലും നിങ്ങൾക്ക് അവൈലബിൾ ആവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. OMRൽ മറ്റ് കുത്തിവരയോ കാര്യങ്ങളോ എന്ത് ചെയ്യരുത്, ചെയ്യാതിരിക്കുക. ഇനി അതുപോലെ തന്നെ വൈറ്റ്നറോ അങ്ങനത്തെ കാര്യങ്ങൾ, നമുക്ക് ഓരോ ഓപ്ഷൻ തെറ്റി. ഞാൻ നേരത്തെ പറഞ്ഞു ഓപ്ഷൻ ബി ആണ് നമ്മൾ മാർക്ക് ചെയ്തത്, പക്ഷേ നമുക്കറിയാം നമ്മൾ കുറച്ച് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് ബി വൈറ്റ്നർ വെച്ച് മാർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. പറ്റില്ല, വൈറ്റ്നർ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റില്ല. OMRൽ വൈറ്റ്നർ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ കാര്യം സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്, എവിടെയും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അത് യൂസ് ചെയ്യാറില്ല. യൂസിങ് വൈറ്റ്നർ ഓർ ക്യാൻ ജാം ദ മെഷീൻ ആൻഡ് റിജക്ട് ദ എൻ്റയർ ആൻസർ ഷീറ്റ്. അതായത് ആ ഒരു വൈറ്റ്നർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഷീറ്റ് എന്ത് ചെയ്യും, ജാം ആയി പോകും. OMR മെഷീനിൽ എന്ത് ചെയ്യും, ജാം ആയി പോകും. അങ്ങനെ ജാം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഇൻവാലിഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യാം, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 26-ാം തീയതിയാണ് നമ്മൾ എക്സാം. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്തൊരു കാര്യം നമുക്ക് നോക്കാം. എന്താണ് എറേഴ്സ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമുക്ക് നോക്കാൻ പറ്റുന്നത് റോങ് ബബിൾ, അതായത് നമുക്ക് റോങ് ആയിട്ടാണ് നമ്മൾ ബബിൾ ചെയ്ത് പോയത്. അതായത് നമ്മൾ ഒരു ക്വസ്റ്റ്യന് അതിന് കറക്റ്റ് ആയിട്ടുള്ള വരിയിലെല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഡു നോട്ട് സ്ക്രാച്ച് ഓർ യൂസ് വൈറ്റ്നറോ സ്ക്രാച്ച് ഒന്നും നമുക്ക് ചെയ്യാൻ പാടില്ല. യു ലൂസ് മാർക്സ് ഫോർ ദ ക്വസ്റ്റ്യൻ ഓൺലി മൂവ് ഓൺ കാംലി. അതായത് ആ ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്തു, മാർക്ക് പോയി. ഇനി നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നോക്കേണ്ട ആവശ്യമില്ല, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് അടുത്തും ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. സോ ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് എന്ത് ചെയ്യണം, പോകണം. ഓക്കെ, സോ ഇതാണ് നമ്മൾ സിമ്പിളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന, ആ എറർ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ നെയിമും രജിസ്റ്റർ നമ്പറും കറക്റ്റായിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ആ രജിസ്റ്റർ നമ്പറിലും നെയിമിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കണം. റേസ് ഹാൻഡ് ഇമ്മീഡിയറ്റ്ലി. നമുക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് തെറ്റ് പറ്റാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ചെറിയ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അവിടുത്തെ ഇൻവിജിലേറ്റേഴ്സിനോട് എന്ത് ചെയ്യുക, പറയുക. ഡു നോട്ട് ഓവർ റൈറ്റ്. അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യരുത്, ഓവർ റൈറ്റ് ചെയ്യരുത്. അതിന് മുകളിൽ കറുപ്പിക്കാം അല്ലേ, നമ്മൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കറുപ്പിക്കാൻ നോക്കും. അല്ലെങ്കിൽ ആ കോളം മൊത്തം നമ്മൾ വെട്ടി അതിന് മുകളിൽ നമ്മൾ എഴുതും. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. ഡു നോട്ട് ഓവർ റൈറ്റ്. ദ ഇൻവിജിലേറ്റർ വിൽ ഗൈഡ് യു ഓൺ ദ സ്പെസിഫിക് പ്രോട്ടോകോൾ. അവിടെ എന്താണോ പ്രോട്ടോകോൾ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഇൻവിജിലേറ്റേഴ്സ് പറഞ്ഞു തരും. ഓക്കെ, അതുപോലെ തന്നെ ഡാമേജ് ഷീറ്റ്, അതായത് നിങ്ങളുടെ ഷീറ്റ് ഡാമേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് ടു ദ ഇൻവിജിലേറ്റർ ബിഫോർ ദ എക്സാം സ്റ്റാർട്ട് ആൻഡ് ഗെറ്റ് എ റീപ്ലേസ്മെൻറ്റ് ഇഫ് പോസിബിൾ. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു OMR പ്രോപ്പർ അല്ല. നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ OMRൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, നെയിം, രജിസ്റ്റർ നമ്പർ, നിങ്ങൾ ജെൻഡർ മാർക്ക് ചെയ്യേണ്ടാവും, നിങ്ങൾ മീഡിയം മാർക്ക് ചെയ്യേണ്ടാവും, നിങ്ങൾ റോൾ നമ്പർ എഴുതാനുണ്ടാവും, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ മാർക്ക് ചെയ്യേണ്ടാവും, അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാനുണ്ടാവും. സോ ഇതെല്ലാം പ്രോപ്പർ ആണോ നോക്കാം. എന്തെങ്കിലും അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സിനെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ തരുന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ എന്താണ്, അവൈലബിൾ ആണ്. ഇഫ് പോസിബിൾ എന്ത് ചെയ്യും, അവർ മാറ്റിത്തരും. ഓക്കെ, സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കാം. ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ട കാര്യമാണ്, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ രജിസ്റ്റർ നമ്പറിൽ വരുത്തുന്ന തെറ്റ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ നമ്പറിൽ വരുന്ന തെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രജിസ്റ്റർ, നമ്മളെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നെയിം കൊടുക്കണം. നമ്മളെ നെയിം ഇപ്പം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എൻ്റെ നെയിം മുഹമ്മദ് അഫ്തർ എന്നാണ്. സോ മുഹമ്മദ് അഫ്തർ എന്ന് എഴുതണമെങ്കിൽ മുഹമ്മദ് എന്ന് എഴുതിയിട്ട് അവിടെ എന്ത് ചെയ്യണം,
ഒരു സ്പേസ് നമ്മൾ ഇട്ട് കൊടുക്കണം. ആ സ്പേസ് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ അടുത്ത വേർഡ് അഫ്തർ. ഞാൻ ആദ്യം മുഹമ്മദ് എഴുതി, പിന്നെ അഫ്തർ എന്ന് എഴുതും, പിന്നെ എൻ്റെ ഇനീഷ്യൽ ഉണ്ടെങ്കിൽ ആ ഇനീഷ്യൽ കൂടി എന്ത് ചെയ്യും, ഞാൻ എഴുതും. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, അതിനൊക്കെ സ്പേസ് ഇടണം. മുഹമ്മദ് കഴിഞ്ഞൊരു സ്പേസ് ഇടണം, എൻ്റെ നെയിം കഴിഞ്ഞിട്ട് അതിന് സ്പേസ് ഇടണം, എന്നിട്ട് വേണം നമ്മൾ ഇനീഷ്യൽ മാർക്ക് ചെയ്യാൻ. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു പാർട്ട് ഫില്ല് ചെയ്യുമ്പം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ റോൾ നമ്പർ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള അഡ്മിറ്റ് കാർഡിൽ അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റിൽ നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ആ റോൾ നമ്പർ എന്ത് ചെയ്യണം, ഈ കോളങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന കോളങ്ങളിൽ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് എഴുതണം. ആ കറക്റ്റായിട്ട് എഴുതിയാൽ മാത്രം പോരാ. ഈ കള്ളിയിൽ നിങ്ങൾ 2 എന്നാണ് എഴുതിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇവിടെ 2 ബബിൾ ചെയ്യണം. ആ താഴേക്കുള്ള അതിന് തൊട്ട് താഴെയുള്ള ആ ഒരു വരിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 2 എന്ന് മാർക്ക് ചെയ്യണം. രണ്ടാമത്തെ കള്ളിയിൽ 1 ആണെങ്കിൽ നിങ്ങൾ 1-ന്റെ ചുവടെ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ 1-ന്റെ താഴേക്കുള്ള വരിയിൽ 1 എന്നുള്ള ആ ഒരു റൗണ്ട് എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബുക്ക്ലെറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും. അത് ഏത് ബുക്ക്ലെറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾ കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, കൃത്യമായിട്ടുള്ള അറിയിപ്പുകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്ന് തരും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇൻ കേസ് നിങ്ങൾക്ക് എഴുതുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, ഈ ഒരു റോൾ നമ്പറിലും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പറൊക്കെ എഴുതുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഇൻവിജിലേറ്ററിനെ വിളിച്ചിട്ട് നിങ്ങൾ അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ തുടങ്ങാം കേട്ടോ. എക്സാം തുടങ്ങുന്ന സമയത്ത് ഉറപ്പ് വരുത്താം. അതുപോലെ തന്നെ നമുക്കറിയാം 4 സെറ്റുകളാണ് USS ഉണ്ടാവുക. ABCD എന്ന് പറഞ്ഞാൽ 4 സെറ്റുകൾ ഉണ്ടാവും. ആ 4 സെറ്റുകളും എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് B സെറ്റാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ബിയുടെ ചുവടെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ബിയുടെ തൊട്ട് അടുത്ത് നമുക്കൊരു റൗണ്ട് കാണാൻ പറ്റും, ബബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെ മീഡിയം ചോദിക്കുന്നുണ്ട്. മീഡിയം മലയാളം ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏതാണ് നമ്മൾ ഏത് മീഡിയത്തിലാണ് നമ്മൾ എഴുതുന്നത്. കുറച്ച് പേര് മലയാളത്തിലായിരിക്കും, കുറച്ച് പേര് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ അവിടെ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൻ്റെ അവിടെ എന്ത് ചെയ്യണം, ബബിൾ ചെയ്യണം. അതിനുശേഷം നമ്മൾ ജെൻഡർ ചോദിക്കും, നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ ചോദിക്കും. സോ മെയിൽ ആണെങ്കിൽ അവിടെ കൊടുക്കാം, ഫീമെയിൽ ആണെങ്കിൽ അവിടെ ബബിൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഈ ഒരു ബോക്സിൽ എന്ത് ചെയ്യണം, ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഒപ്പ് അല്ലെങ്കിൽ നമ്മൾ സൈൻ ചെയ്യേണ്ടതുണ്ട്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഇത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നിങ്ങളുടെ ആ ഒരു എക്സാം ഇൻവാലിഡ് ആയിട്ടായിരിക്കും കാണുക, അസാധുവായിട്ടാണ് കാണുക. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റിലേക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ആ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും തെറ്റ് വരുത്താൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പർലി റൈറ്റ് ചെയ്യണം. റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മലയാളത്തിലല്ല, ഇവിടെ നമ്മൾ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിലാണ് നമുക്ക് നമ്മുടെ നെയിം എഴുതാൻ പറ്റുക. നമ്മൾ അഡ്മിറ്റ് കാർഡിൽ നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളെ നെയിം ഉണ്ടാവും. സോ ഈ ഇംഗ്ലീഷിൽ എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ സ്മോൾ ലെറ്റേഴ്സ് എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതാം. ഇവിടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ച് എഴുതാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ വൃത്തിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു കാര്യം എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്പർ പ്രോപ്പറായിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പറും അല്ലെങ്കിൽ നമ്മുടെ റോൾ നമ്പർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ്റെ മുകളിൽ കാണാൻ പറ്റിയ ഒരു ബുക്ക്ലെറ്റ് നമ്പർ, അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. അതെങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങളുടെ ഇൻവിജിലേറ്റേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അറിയിപ്പ് അവിടുന്ന് തരും. സോ അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ സെറ്റ് ഏതാണെന്ന് ഇവിടെ നിങ്ങൾ എഴുതണം കേട്ടോ. A ആണോ B ആണോ C ആണോ എന്ന് എഴുതണം. അതിനുശേഷം അതിനെ ചുവടെയുള്ള അല്ലെങ്കിൽ താഴെ ABCD എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു റൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സർക്കിൾ കാണാൻ പറ്റും. അതും എന്ത് ചെയ്യണം, ബബിൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്ലേസ് യുവർ ഫിംഗർ ഓൺ ദ കോളം ടു എൻഷുർ യു ആർ ഓൺ മാർക്കിംഗ് ദ കറക്റ്റ് നമ്പർ ബിഫോർ ഷെയ്ഡിങ്. അതായത് നിങ്ങളിപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മൾ റോൾ നമ്പർ 2 എന്ന് എഴുതിയില്ല, അപ്പോൾ ഈ ഒരു റോ ആണ് നമ്മളിത്. അപ്പോൾ ഈ റോയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫിംഗർ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ താഴേക്ക് മാത്രം നോക്കുക. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് എഴുതുന്നത് തെറ്റാണ്ടിരിക്കാൻ നമുക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, ആ തെറ്റുകൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ OMR ഷീറ്റിൽ തന്നെ കൃത്യമായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കറക്റ്റായിട്ട് ഫുള്ളി അറൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബബിൾ ചെയ്ത് മാറ്റേണ്ടതുണ്ട്. ഈ റോങ് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ശരി എന്ന് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ടിക്ക് മാർക്ക് ചെയ്യാൻ പാടില്ല, ഹാഫ് ആയിട്ട് OMR ബബിൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഭാഗം വിട്ടിട്ട് ബബിൾ ചെയ്താലും നമുക്ക് എന്താണ്, ഒരു ഇൻവാലിഡ് ആയിട്ടാണ് എന്ത് ചെയ്യുക, അത് കണക്കാക്കുക. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. സോ ആ ഒരു കാര്യമാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അതിൽ ഒരു മിസ്റ്റേക്കും നിങ്ങൾ എന്ത് ചെയ്യരുത്, വരുത്തരുത്. ഇത് നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല.
ഒരുപാട് പേർക്ക് പറ്റി പോകുന്ന ഒരു മിസ്റ്റേക്കാണ്. സോ ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. സോ ഈ ഒരു കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സോ ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നമ്മൾ ഇൻവിജിലേറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ഇൻവിജിലേറ്റേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത്? ഇൻവിജിലേറ്റേഴ്സിൻ്റെ റോൾ എന്ന് പറയുന്നത് നിങ്ങൾ പേടിപ്പിക്കാൻ നിൽക്കുന്നവരല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും കൂടിയാണ് അവർ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ അവരോട് എന്ത് ചെയ്യുക, ഹെൽപ്പ് ചോദിക്കുക. അവരൊന്നും പറയില്ല നിങ്ങളോട്. നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, അവരോട് ചോദിക്കണം. അപ്പം നിങ്ങൾ തെറ്റ് വരുത്താതെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഹെൽപ്പ് വാങ്ങുന്നത് എന്തായാലും നിങ്ങൾക്ക് എന്തായിരിക്കും, ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവിജിലേറ്റേഴ്സിനെ ഒരു പേടിപ്പെടുത്തുന്ന ആളുകളായിട്ട് കാണരുത്. അവരെന്ത് ചെയ്യും, നിങ്ങളെ സഹായിക്കാനാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക്, ഡു നോട്ട് ഹൈഡ് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾക്കൊരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു, അത് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഹൈഡ് ചെയ്യരുത്. ഇഫ് യു ആർ കൺഫ്യൂസ്ഡ് അബൌട്ട് ദ ബുക്ക്ലെറ്റ് സീരീസ്, നിങ്ങൾ ബുക്ക്ലെറ്റിൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ നമ്പറിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവരോട് ചോദിക്കുക. അതുപോലെ തന്നെ എവിടെയാണ് സൈൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ടീച്ചർ പ്രസൻ്റ് ആയിട്ടുള്ള ടീച്ചറിനോട് എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആ OMRമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം അവിടെ നിന്ന് തന്നെ ചോദിക്കുക. നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ അതിന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻവിജിലേറ്റേഴ്സിനെ വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ USSനുള്ള OMR ഷീറ്റ് നോർമലി നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ ഈ കാര്യം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നോർമലി അത് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. കാരണം ഓരോ എക്സാം സെൻറ്ററിലേക്കും കൃത്യമായിട്ടുള്ള OMR ഷീറ്റുകളായിരിക്കും എന്തുണ്ടാവുക, ഓരോ എക്സാം സെൻറ്ററിലേക്കും അച്ചടിച്ചിട്ടുണ്ടാവുക, പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ ഒരു കാര്യം എന്ത് ചെയ്യുക, നോക്കി വെക്കുക. റീപ്ലേസ്മെൻറ്റ് പോളിസി എന്താണ്, റീപ്ലേസ് ചെയ്യില്ല. സോ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ഓവറോൾ പിക്ചർ, നമ്മൾ നോക്കിയിട്ടുള്ള ഓവറോൾ പിക്ചർ എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്ന് നമുക്ക് നോക്കാം. ക്യാരിഡ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ട കുറച്ച് ചെക്ക് ലിസ്റ്റുകളാണ്, നമ്മൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് നോക്കേണ്ട ചെക്ക് ലിസ്റ്റുകളാണ്. ക്യാരിഡ് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ, അതായത് ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ നമ്മുടെ കയ്യിലുണ്ടോ, അതും 2 എണ്ണം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, സോ അതെന്ത് ചെയ്യാം, നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെക്ക് ദ ബുക്ക്ലെറ്റ് സീരീസ് കോഡ്, അതായത് നിങ്ങൾ OMR ഷീറ്റ് മാർക്ക് ചെയ്യുന്നതിൻ്റെ ആ സമയത്ത് നിങ്ങൾ ബുക്ക്ലെറ്റ് സീരീസ് കോഡ് പ്രോപ്പറായിട്ട്, അതായത് നമ്മൾ ബുക്ക്ലെറ്റിൻ്റെ നമ്പർ ഉണ്ടാവില്ല, അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നിങ്ങൾ സെറ്റ് A ആണോ B ആണോ C ആണോ D ആണോ എന്നുണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടോ, സീരീസ് കോഡ് കൃത്യമാണോ അത് നോക്കുക. ഫിൽ ദ രജിസ്റ്റർ നമ്പർ കറക്റ്റ്ലി, രജിസ്റ്റർ നമ്പർ പ്രോപ്പറായിട്ടാണ് അല്ലെങ്കിൽ റോൾ നമ്പർ പ്രോപ്പറായിട്ടാണ് നിങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത് എന്നെന്ത് ചെയ്യാം, നിങ്ങൾ ചെക്ക് ചെയ്യണം. ബബിൾ ദ ആൻസേഴ്സ് ഫുള്ളി, എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് അറിയുന്ന എല്ലാ ആൻസേഴ്സും മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഡി നോട്ട് യൂസ് വൈറ്റ്നർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലല്ലോ എന്നും കൂടി എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. വൈറ്റ്നർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല, വൈറ്റ്നർ യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, ആ കാര്യം കൂടി എന്ത് ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. ഡി നോട്ട് ഫോൾഡ് ദ ഷീറ്റ്, ആ ഷീറ്റ് എന്ത് ചെയ്യരുത്, ഫോൾഡ് ചെയ്യരുത്. നിങ്ങൾക്ക് അവിടെ കട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, മുകളിൽ കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ എക്സാം കഴിയുന്ന സമയത്ത് നിങ്ങൾ ഇൻവിജിലേറ്റേഴ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് കൃത്യമായിട്ട് എക്സാംസ് കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് വരുത്താൻ ചാൻസ് ഉണ്ട്, ഒരുപാട് പേർക്ക് പറ്റിപ്പോകുന്ന മിസ്റ്റേക്കാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, USS എഴുതാൻ പോകുന്ന നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സിനുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം, ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാം. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കാമായിട്ടിരിക്കുക, റീഡ് കെയർഫുള്ളി. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. പല കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യുക. നമുക്ക് ഈ പ്രാവശ്യം എന്താണ്, നമുക്ക് 63 മാർക്ക് എന്നുള്ള ആ ഒരു കടമ്പയല്ല നമുക്ക് മുന്നേ ഉള്ളത്. നല്ലതായിട്ട് സ്കോർ ചെയ്താൽ ആ സ്കോറിനനുസരിച്ചായിരിക്കും നമുക്ക് USS കിട്ടുന്നുണ്ടോ ഇല്ലേന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്കോർ നേടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. മാക്സിമം സ്കോർ നേടാൻ ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.